പി.കെ. ശ്രീമതി ടീച്ചർ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ അധ്യക്ഷ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ടീച്ചർ, വളരെ ദാരുണമായ ഒരു സംഭവമാണ് കണ്ണൂരിൽ നടന്നിട്ടുള്ളത്. ഇപ്പോൾ കുടുംബാംഗങ്ങൾ ഈ കൊലപാതകികളെ, അല്ലെങ്കിൽ കൊലപാതകികൾ എന്ന് ഒരർത്ഥത്തിൽ വിളിക്കാം, ഈ പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് കാരണക്കാർ അവരാണല്ലോ, അവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് അത് വ്യക്തവുമാണ്. കുടുംബാംഗങ്ങൾ ന്യായീകരിക്കുന്ന നിലയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലും ദുരഭിമാന ഹത്യകൾ ഉണ്ടാവുന്നു. ദുരഭിമാനം മൂലം ഒന്നുകിൽ കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ എന്നുള്ള നിലയിലേക്ക് ആശങ്കാജനകമായ ഒരു സാമൂഹ്യ പരിസരം രൂപപ്പെടുകയാണോ? അങ്ങേറ്റം നിർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമായി പോയി. കേരളത്തിൽ പ്രത്യേകിച്ചും ഇതുപോലുള്ള ഒരാൾക്കൂട്ടക്കൊല, ദുരഭിമാനക്കൊല ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ശരിക്കും ഷോക്കായി പോകാറുണ്ട്. കാരണം കേരളത്തിൽ അങ്ങനെ ഒരവസ്ഥ, ഒരു കാടൻ സംസ്കാരം ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ് അല്ല. പക്ഷെ അത്യാവശ്യം കെവിന്റെ സംഭവം പോലുള്ള സംഭവങ്ങൾ നമ്മൾ ഉണ്ടായതെന്ന് ഓർക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ ഒരു വിഷയം. ഇതിലിപ്പോ കുട്ടിയുടെ ഈ ആത്മഹത്യ ചെയ്തിട്ടുള്ള യുവതിയുടെ ഉമ്മയും അതുപോലെ ബന്ധുക്കളും ഒക്കെ ഞങ്ങൾക്ക് ഈ പ്രതികളെ കുറിച്ച് പരാതിയില്ല, ഞങ്ങൾക്ക് മറ്റേ മയിലുള്ള ചെറുപ്പക്കാരനെ കുറിച്ചാണ് ആക്ഷേപം, പരാതിയുള്ളത് എന്നൊക്കെ ഇപ്പോൾ പറയുമ്പോൾ ഇത്രയേറെ പൊന്നും പണവും എല്ലാം ഇവരുടെ കയ്യിൽ നിന്ന് കൈക്കലാക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് എന്തുകൊണ്ട് മുൻകൂട്ടി പരാതി കൊടുത്തില്ല എന്നുള്ള ചോദ്യത്തിന്റെ മുൻപിൽ അവർക്ക് ഒന്നും മറുപടി ഉണ്ടാവില്ല. കാരണം നമ്മുടെ സ്വന്തം മകളുടെ ആത്മഹത്യ നേരിൽ കണ്ടതിന് ശേഷം അപ്പോ അനിയത്തിയുടെ മകനാണ് ഒരു പ്രതി, സ്വന്തം അനിയത്തിയുടെ മകൻ. അപ്പോ അവനെ രക്ഷിക്കാൻ ഉള്ള അവരുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സംഘടനയുടെ ആളുകളോ ഒക്കെ വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇതൊക്കെ പറയുന്നത്. അല്ല, സാധാരണ രീതിയിൽ അത് ഇപ്പം ഫാദർ ഉപ്പ തന്നെ ആദ്യം പറഞ്ഞ മൊഴിയല്ലല്ലോ ഇപ്പൊ പറയുന്നത്, മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്നുള്ളത് അന്വേഷിക്കണം. ഇത് സത്യത്തിൽ നമുക്ക് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്, എങ്ങനെയാണ്, അനാശാസ്യമാണോ, മറ്റെന്താണോ, സദാചാര വിരുദ്ധമാണോ എന്നൊക്കെ പരിശോധിക്കാൻ അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ ആ ഉമ്മക്കോ ഉപ്പക്കോ മറ്റാർക്കെങ്കിലും പോലീസിൽ പരാതി കൊടുക്കാം. അല്ലെങ്കിൽ ആ മയ്യിൽ പ്രദേശത്ത് പോയിട്ട് അവരുടെ കുടുംബാംഗങ്ങളെ കാണാം, ഇത് പരിഹരിച്ചു തീർക്കാം. എന്തെല്ലാം വഴിയുണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പോൾ രണ്ടുപേരെ ഒരു പട്ടണ പ്രദേശത്ത് മറ്റാളുകൾ കാണുകയെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഉടനെ പോയി അവളെ അധിക്ഷേപിക്കുകയും ആളെ കൂട്ടി രണ്ടുപേരെയും സമൂഹ മധ്യത്തിൽ ഏറ്റവും അവമാനിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ഗുണ്ടായുസം കാണിച്ചു എന്ന് പറഞ്ഞതിൽ ഒരാൾ ഈ പെൺകുട്ടിയുടെ ബന്ധു കൂടിയാണ് എന്നാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഇടപെടലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബന്ധുക്കളുടെ ഒക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒടുവിൽ കുടുംബം ഇത് ഞങ്ങൾക്ക് പരാതിയില്ല, അല്ലെങ്കിൽ ആൺസുഹൃത്തിന്റെ തലയിലേക്ക് ഇത് വെക്കുക, അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണോ ഇത്? തെറ്റ് ചെയ്യാത്തവർ ഇതിൽ പ്രതിയായി മാറുന്ന സ്ഥിതി ഉണ്ടാകുമോ? ഈ പെൺകുട്ടി യുവതി ആത്മഹത്യ ചെയ്തതിൽ സൂയിസൈഡ് ചെയ്യുമ്പോൾ എഴുതി വെച്ചിട്ടുള്ള കത്തിലെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇവളെ ദ്രോഹിക്കുകയും അധിക്ഷേപിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളുടെ പേരാണ് എന്ന് പറയുന്നു. അങ്ങനെ ആ പേരുകൾ അതിലുണ്ടെങ്കിൽ ഈ ഉമ്മയുടെയും ഉപ്പയുടെയും പരാതിയൊന്നും നിയമപാലകർക്ക് നോക്കേണ്ട കാര്യമില്ല. അവര് പരാതി കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് വിഷയമേ അല്ല ഇപ്പോ. മറിച്ച് ഇതിൽ സ്വമേധയാ തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യത്വഹീനമാണ്, മനുഷ്യാവകാശ ലംഘനമാണ്. രണ്ടുപേര് സംസാരിക്കുന്നിടത്ത് വന്നിട്ട് രണ്ടുപേരെയും ബലപ്രയോഗം നടത്തുകയും അധിക്ഷേപിക്കുകയും അവമാനിക്കുകയും സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ അപമാനിതയാക്കുകയും ചെയ്യുക, എന്നിട്ട് ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. ഇത് കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് ആ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ ഇന്ന് എത്രയോ മാർഗങ്ങളുണ്ട്. ടീച്ചർ, നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന SDPIയുടെ ഓഫീസിൽ കൊണ്ടുപോയിട്ടാണ് ഈ വിചാരണ നടത്തുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത്, മർദ്ദിക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷമാണ് ഈ ആത്മഹത്യയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങേയറ്റം സാമൂഹ്യ വിരുദ്ധമായി രാഷ്ട്രീയമെന്ന് അവകാശപ്പെടുന്ന ചില പാർട്ടികൾ പ്രവർത്തിക്കുന്നതിനെയും ഒക്കെ പ്രശ്നമുണ്ട്. മുമ്പും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അല്ല, തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുവന്നിരുന്ന സാധാരണ രീതിയിൽ കൊണ്ടുവരുന്ന മധ്യസ്ഥത്തിനായിരിക്കണം. ഇരുപക്ഷത്തെയും കൂട്ടിച്ചേർത്ത് അവർക്ക് രമ്യമായിട്ട് പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് മധ്യസ്ഥത്തിന് കൊണ്ടുപോകാറുണ്ട്. ഈ രൂപത്തിൽ വിചാരണ ചെയ്യാൻ കോടതിയാണോ ഒരു പാർട്ടി ഓഫീസ്? അല്ലെങ്കിൽ ഈ പാർട്ടി ഓഫീസിൽ അങ്ങനെ നിയമം കയ്യിലെടുക്കാൻ ഇവർക്ക് എന്താണ് അധികാരം? ഇത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞു. ഞാൻ കുറച്ച് വൈകിട്ടാണ് ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇത് കേരളത്തിൽ SDPI പോലുള്ള തീവ്രവാദ സംഘടനകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകര പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം, താലിബാനിസത്തിന്റെ ഒരു ഭാഗം തന്നെയാണിത്. കാരണം താലിബാൻ ശക്തികള് അവിടെ സ്ത്രീകളോട് പറഞ്ഞിരിക്കുന്നത് അടുക്കള ഭാഗത്തൊരു ജനല് തുറക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ അതുപോലും മറച്ചുകൊണ്ട് വേണം
അന്യ വീട്ടിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടോ? പുരുഷന്മാരെ കാണരുത്, അവരോട് സംസാരിക്കരുത്, സ്കൂളിൽ പോകരുത്, ആൺകുട്ടികളുമായിട്ട് ഇടപെടരുത്. ഒരു തരത്തിലും ഇന്നത്തെ ഈ യുഗത്തിൽ, ഈ കാലഘട്ടത്തിൽ ലോകത്തെമ്പാടും നടക്കുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് മറ്റ് സൗദി അറേബ്യയിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ നടക്കുന്നത്. അത് ഇവിടെ നടപ്പിലാക്കാനാണ് SDPIയുടെ ഒരു വിചാരമെങ്കിൽ അതൊന്നും കേരളത്തിൽ നടപ്പിലാക്കാൻ കേരളത്തിന്റെ ഗവൺമെന്റ് മാത്രമല്ല സമൂഹവും അനുവദിക്കില്ലെന്ന് മാത്രമല്ല അതിശക്തമായിട്ട് ഇത്തരം ദുഷ്പ്രവണതകൾ നേരിടണം. കാരണം ഒരു യുവതിക്ക് ഒരാളോട് സംസാരിക്കാൻ, ഒരുപക്ഷെ അവര് സുഹൃത്ത് അത് ആയിരിക്കാം, ഞാൻ അതിനെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല, ആ ഭാഗത്തെ സംബന്ധിച്ചല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുടുംബങ്ങൾ തമ്മിൽ അന്യോന്യം സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥത്തിൽ മറ്റാരുടെയെങ്കിലും ഇടപെട്ട് തീർക്കുകയോ ഒക്കെ ചെയ്യേണ്ട വിഷയമാണ്. ഇപ്പൊ പണവും പൊന്നും ഒക്കെ കൊണ്ടുപോയി ഇപ്പൊ പരാതി പറയുന്നത് അത് എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. അത് പറയേണ്ടത് മുൻപേ പറയേണ്ടതല്ലേ? ഇപ്പോഴാണോ? മരിച്ചതിന് ശേഷമാണോ പറയാ? നടന്നതിന് ശേഷം ഒരു ന്യായീകരണം ആ യുവാവിനെ കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാവാനാണ് സാധ്യത. മുൻകാലങ്ങളിൽ രണ്ട് വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകൾ പ്രണയിച്ചാൽ കൊലപാതകം വരെ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ പഴയ രൂപമായ NDF, കാസർഗോഡ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെ കൊല്ലപ്പെട്ട സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ശക്തികൾ ഈ പുതിയ ആധുനിക കാലത്തും അതേപോലെയൊക്കെ തന്നെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സൗദി അറേബ്യയൊക്കെ അവിടുത്തെ സ്ത്രീകളുടെ അവകാശത്തിന്റെ കാര്യത്തിൽ കുറേ മുമ്പോട്ട് പോയി. വലിയ അവകാശങ്ങളൊക്കെ അവർക്ക് അവിടെ ഇപ്പോൾ സ്ത്രീകൾക്കുണ്ട്, പുതിയ രാജാവിൻ്റെയൊക്കെ സാഹചര്യത്തിൽ. ഇപ്പോൾ പക്ഷേ കേരളത്തിൽ ഇതുപോലെയുള്ള അങ്ങേയറ്റം പ്രതിലോമകരമായ ശക്തികൾ പ്രവർത്തിക്കുന്നു. അവർക്ക് ഒരു തരത്തിൽ ഈ കുടുംബാംഗങ്ങൾ പോലും പിന്തുണ നൽകുന്നു എന്നൊക്കെയുള്ള ഒരു ആശങ്കപ്പെടുത്തുന്ന സാമൂഹ്യ സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു ടീച്ചർ. എങ്ങനെ ഈ കുറ്റവാളികളെ രക്ഷിക്കാൻ തക്ക വിധത്തിൽ മൊഴിമാറ്റി പറയാനൊക്കെ പ്രത്യേകിച്ചും വളരെ പുരോഗമനമായി ചിന്തിക്കുന്നു എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന് സാധിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കുറ്റം ആര് ചെയ്താലും അത് സ്വന്തം വീട്ടിലുള്ളവരായാലും അത് കുറ്റം തന്നെയാണ്. അത് കൈകാര്യം ചെയ്യേണ്ടത് അവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ സംഘടനയോ അല്ല. അത് കൈകാര്യം ചെയ്യേണ്ടത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ടത് പോലീസുകാരാണ്, നിയമപാലകരാണ്, ആഭ്യന്തര വകുപ്പാണ്. അതൊക്കെ ചെയ്യുക തന്നെ ചെയ്യും. കേരളത്തിൽ ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ കേരളത്തിലെ പോലീസ് അനുവദിക്കുന്നില്ല എന്നത് എത്രയോ സംഭവങ്ങൾ വഴി എനിക്ക് വ്യക്തമായിട്ടുണ്ട്. ഇപ്പം വേറൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വന്ന് ഇവർ പ്രചരിപ്പിച്ച് ചെറിയ കുഞ്ഞു മക്കളെ കൂടി ആകെ മൂടിപ്പൊതച്ച് എന്നിട്ട് കണ്ണ് മാത്രം കാണിച്ച് നടത്തുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് കേരളത്തിലും പോകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു കാലഘട്ടത്തിൽ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്നത് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി UP സ്കൂളിൽ പോയപ്പോഴും എല്ലാം പെൺകുട്ടികൾ പാവാടയും ബ്ലൗസും തന്നെയാണ്, ഒരു തട്ടവിടും, അതിന്റെ അപ്പുറത്തൊന്നുമില്ല. ആ കാലഘട്ടത്തിൽ നിന്ന് കാലം പുരോഗമിക്കും തോറും സമൂഹം പിറകോട്ടേക്ക് പോവുകയാണോ ചെയ്യുക? ഇതെന്താണ് ഇത് ഈ രൂപത്തിൽ അടിച്ചേൽപ്പിക്കുന്ന പുരുഷന്മാര്? ഈ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ഒരു സംഘല്ലേ? സ്ത്രീയുടെ സംഘാണോ? പുരുഷന്മാർക്ക് തോന്നിയതുപോലെ വളരെ കൃത്യമായ വിമർശനങ്ങൾ കൂടിയാണ് PK ശ്രീമതി ഉന്നയിച്ചു. വളരെ നന്ദി ശ്രീമതി ടീച്ചർ പ്രതികരണം അറിയിച്ചത്. എന്തായാലും